अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ഇന്ന് ഡേറ്റ് 1/8/2020. ഇന്ന് മധുരമായ ബാബ നമ്മളോട് പറയുന്നു, മീठे बच्चे, तुम्हें पढ़ाई से अपनी कर्मातीत अवस्था बनानी है, साथ साथ पतित से पावन बनाने का रास्ता भी बताना है, रूहानी സർവീസ് करनी है. അപ്പോൾ ഇന്ന് ബാബ നമ്മളോട് പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ പഠിത്തത്തിലൂടെ തൻ്റെ കർമാതീത അവസ്ഥ നേടിയെടുക്കണം. നിങ്ങൾ പഠിത്തത്തിലൂടെ തൻ്റെ കർമാതീത അവസ്ഥ നേടിയെടുക്കണം. സാത്ത് സാത്ത് അതോടൊപ്പം പതീതത്തിൽ നിന്നും പാവനമാക്കാനുള്ള വഴിയും പറഞ്ഞു കൊടുക്കണം. പതീതത്തിൽ നിന്നും പാവനമാക്കാനുള്ള വഴിയും പറഞ്ഞു കൊടുക്കണം. ആത്മീയ സേവ ചെയ്യണം. അവസ്ഥ കർമാതീതാക്കണം.
പതിതരെ പാവനമാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം, ആത്മീയ സേവ ചെയ്യണം. ചോദ്യം, കോൺസാ മന്ത്ര യാദ് രഖോ तो പാപ കർമ്മവും സെ ബച്ച് ജായെങ്കിൽ. ഏത് മന്ത്രം ഓർമ്മിക്കൂ എങ്കിൽ പാപകർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഏത് മന്ത്രം ഓർമ്മിക്കൂ എങ്കിൽ പാപകർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. उत्तरम, बाप ने मंत्र दिया है, हियर नो ईविल, सी नो ईविल. यही मंत्र सदा याद रखो. ബാബ മന്ത്രം തന്നിട്ടുണ്ട്, മോശമായത് കേൾക്കരുത്, മോശമായത് കാണരുത്, പിന്നെ അടുത്തത് മോശമായത് പറയരുത്, മോശമായത് ചിന്തിക്കരുത്, ചെയ്യരുത്. ഈ മന്ത്രം ഓർമ്മ വയ്ക്കൂ. तुम्हें अपने कर्मेंद्रियों से कोई पाप नहीं करना है. നിങ്ങൾ തൻ്റെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു പാപവും ചെയ്യരുത്. നിങ്ങൾ തൻ്റെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു പാപവും ചെയ്യരുത്. कलयुग में सबसे पाप कर्म ही होता है. इसलिए बाबा ये युक्ति बताते हैं, पवित्रता का गुण धारण करो, यही नंबर 1 गुण है. കലിയുഗത്തിൽ എല്ലാവരിൽ നിന്നും പാപകർമ്മമേ ഉണ്ടാകൂ. അതിനാൽ ബാബ ഈ യുക്തി പറഞ്ഞിരുന്നു, പവിത്രതയുടെ ഗുണം ധാരണ ചെയ്യൂ. ഇതാണ് നമ്പർ 1 ഗുണം. കലിയുഗത്തിൽ സർവരിൽ നിന്നും പാപകർമ്മമേ ഉണ്ടാകൂ. അതിനാൽ ബാബ ഈ യുക്തി പറഞ്ഞിരുന്നു, പവിത്രത എന്ന ഗുണം ധാരണ ചെയ്യൂ. ഇതാണ് നമ്പർ 1 ഗുണം. ഓം ശാന്തി. ബच्चे किसके सामने बैठे हैं? കുട്ടികൾ ആരുടെ മുന്നിലാണ് ഇരിക്കുന്നത്? बुद्धि में जरूर चलता होगा कि हम पतित पावन सर्व के सद्गति दादा अपने बेहद बाप के पास सामने बैठे हैं. നമ്മുടെ ബുദ്ധിയിൽ തീർച്ചയായിട്ടും ഈ ചിന്ത നടക്കുന്നുണ്ടാവും. ഞാൻ പതിത പാവൻ സർവരുടെ സദ്ഗതി ദാത, പിന്നെ അതിനെല്ലാം ഉപരി എൻ്റെ പരിധിയില്ലാത്ത അച്ഛൻ്റെ മുന്നിലാണ് ഞാനിരിക്കുന്നത്. ഭലേ ബ്രഹ്മാക്കെ തന്മേ ഹേ तो भी याद उनको करना है. അപ്പം ഇന്ന് ബാബ പറയാണ്, ബ്രഹ്മാവിൻ്റെ ശരീരത്തിലാണ് ശിവബാബ ഇരിക്കുന്നതെങ്കിൽ ആ സമയത്തും ശിവബാബയെ തന്നെ ഓർമ്മിക്കണം. മനുഷ്യ കോയി സർവ്വക്ക് സദ്ഗതി നഹി കർ സക്തെ. മനുഷ്യർക്കൊരിക്കലും സർവരുടെയും സദ്ഗതി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സർവരുടെയും സദ്ഗതി ദാത എന്നുള്ളത് ബാബയുടെ പേരാണ്. മനുഷ്യക്കോ പതിത പാവൻ നഹി കഹാ ജാ സക്ത. മനുഷ്യരെ പതിത പാവനൻ എന്നൊരിക്കലും വിളിക്കാൻ പറ്റില്ല. ബച്ചോങ്കോ അപ്നേക്കോ ആത്മാ സംജ്ഞാ പടേ. കുട്ടികൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ഹം സബ് ആത്മാവും ക ബാപ്പ് ബോഹെ. നമ്മൾ സർവ്വ ആത്മാക്കളുടെയും അച്ഛൻ ബാബയാണ്. വോ ബാപ്പ് ഹംകോ സ്വർഗ് ക മാലിക് ബനാ രഹേ ഹേ. ആ ബാബ നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. तो ये बच्चों को जानना चाहिए, फिर खुशी भी होनी चाहिए. ഇത് കുട്ടികൾ അറിയുകയും വേണം, കുട്ടികൾക്ക് സന്തോഷവും ഉണ്ടാവണം. ये भी बच्चे जानते हैं हम നരകവാസി से സ്വർഗവാസി बन रहे हैं. ഇതും കുട്ടികൾക്കറിയാം, നമ്മൾ നരകവാസിയിൽ നിന്ന് സ്വർഗവാസി ആയിക്കൊണ്ടിരിക്കുകയാണ്. बहुत सहज रास्ता मिल रहा है. വളരെ സഹജമായ വഴി തന്നുകൊണ്ടിരിക്കുകയാണ്, കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സഹജമായ വഴി? സിർഫ് യാദ് करना है और अपने को अपने में ദേവി ഗുൺ ധാരൺ करना है. ബാബയെ ഓർമ്മിക്കുക, അത്രമാത്രം. പിന്നെ തൻ്റെ ഉള്ളിൽ ദൈവീ ഗുണങ്ങൾ ധാരണ ചെയ്യണം. അപ്പിനി ജാഞ്ച് രഖ്നി ഹെ. തൻ്റെ മേലെ ഒരു പരിശോധന വേണം. അവനവനെ പരിശോധിച്ചില്ലെങ്കിലേ ബാബ ഇത്ര മുരളി പറഞ്ഞിരുകയും ചെയ്യും, നമുക്ക് ഈ ജ്ഞാനമൊക്കെ ഉണ്ട് താനും. അപ്പം നമ്മൾ വിചാരിക്കും ഞാൻ ഇവിടെ അങ്ങ് ദേവതയായിരുന്നു. പരിശോധിച്ചാലേ അറിയാൻ പറ്റൂ. അതിന് ബാബ ഒരു കഥ പറയാറുണ്ടല്ലോ, നാരദുക്ക മിസാൽ ബി ഹെന. നാരദൻ്റെ ഉദാഹരണം ഉണ്ടല്ലോ. ഈ സബ് ദൃഷ്ടാന്ത് ജ്ഞാൻ കെ സാഗർ ബാപ്പിനെ ഹി ദിയേ. ഈ എല്ലാ ഉദാഹരണങ്ങളും ജ്ഞാനസാഗരനായ ബാബ തന്നിട്ടുള്ളതാണ്. ജോ ബി സന്യാസി ആദി ദൃഷ്ടാന്ത് ദേത്തെ ഹേ യേ സബ് ബാപ്പ് കെ ദിയേ ഹുവേ ഹേ.
സന്യാസിമാർ തന്നിട്ടുള്ള ഉദാഹരണങ്ങളും അതിനെല്ലാം മുമ്പേ ബാബ തന്നിട്ടുള്ളതാണ്. ഭക്തി മാർഗമേ സിർഫ് ഗാത്തെ രഹത്തെ ഹൈ, ഭക്തി മാർഗത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നു. കച്ചുവേക്ക സർപ്പുക്ക ബമരിക്ക ദൃഷ്ടാന്ത ദേങ്കെ. ശരിക്കും ഉദാഹരണങ്ങളുണ്ടല്ലോ. ആമ, അന്തർമുഖതയ്ക്ക് ആമയാണ് ഉദാഹരണം, പെട്ടെന്ന് കർമ്മേന്ദ്രിയങ്ങളെ ഉൾവലിക്കാൻ. സർപ്പത്തിൻ്റെ ഉദാഹരണം, അതായത് ആ ശരീരം വിടുന്നത് പടം പൊഴിക്കുന്ന പോലെ ഈസി ആയിട്ട് ശരീരം വിടണം. പിന്നെ ഭ്രമരി, വേട്ടാവളിയൻ, സേവനത്തിൻ്റെ നിറയെ കീടങ്ങളെ കൊണ്ടുവന്ന് ഊതി ഊതി ചിറക് മുളപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ലൗകികത്തിലും ഉണ്ട്. പക്ഷേ ഇത് ബാബ തന്നതാണ്. പരന്തു കുത് കുച്ച് ബി നഹി കർ സക്തേ. പക്ഷേ ഈ ഉദാഹരണങ്ങൾ അവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവർക്കതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ബാപ്കി ദിയേ ഹുവേ ദൃഷ്ടാന്ത് ഭക്തി മാർഗമേ ഫിർ റിപ്പീറ്റ് കർത്തേ ഹെ. ഭക്തി മാർഗ് ഹൈ ഹി പാസ്റ്റ് ക. ബാബ തന്നിട്ടുള്ള ഉദാഹരണം ഭക്തി മാർഗത്തിൽ അത് ജസ്റ്റ് ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ബാബ പറയാണ് ഭക്തി മാർഗ് ഹൈ ഹി പാസ്റ്റ് ക. ഭക്തി മാർഗം ഭൂതകാലമാണ്, പാസ്റ്റാണ്. ഇസ് സമയം ജോ പ്രാക്ടിക്കൽ ഹോത്താ ഹെ ഉസ്കാ ഫിർ ഗായൻ ഹോത്താ ഹെ. ഈ സമയത്ത് എന്ത് പ്രാക്ടിക്കലിൽ നടക്കുന്നോ അതിൻ്റെ മഹിമയാണ് അത്. तो भले देवताओं का जन्मदिन अथवा भगवान का जन्मदिन मनाते हैं परंतु जानते कुछ भी नहीं. ദേവതകളുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ടാവും, ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ടാവും, പക്ഷെ ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. അബ് തും സമസ്തേ ജാത്തെ ഹോ. ഇപ്പം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാപ് സെ ശിക്ഷ ലേക്കർ പതിത് സെ പാവൻ ബി ബനത്തെ ഹോ, പതിതോം കോ പാവൻ ബന്നെ കാ രാസ്ത ബി ബത്താത്തെ ഹോ. ബാബയിൽ നിന്ന് ശിക്ഷണം എടുത്ത് പതിതത്തിൽ നിന്ന് നമ്മൾ സ്വയം പാവനം ആകുന്നുണ്ട്, മറ്റുള്ളവരെ പതിതത്തിൽ നിന്ന് പാവനം ആക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ബാബ പറയാണ് ഈ തുമാരി മുഖ്യ റുഹാനി സർവീസ്. ഈ വഴി പറഞ്ഞു കൊടുക്കുക, പതിതരെ പാവനമാക്കി മാറ്റുന്ന വഴി പറഞ്ഞു കൊടുക്കുക. ഇത് നിങ്ങളുടെ മുഖ്യമായ ഒരു ആത്മീയ സേവനമാണ്. പഹലെ പഹലെ കൊയ്ക്കോബി ആത്മക ജ്ഞാൻ ദേനാഹി. അതിൻ്റെ പടിയായിട്ട് ആദ്യം ആരെ കണ്ടാലും അവർക്ക് ആത്മജ്ഞാനമാണ് കൊടുക്കേണ്ടത്. തും ആത്മാഹു. ഇത് നമ്മൾ പ്രസിദ്ധമല്ലേ. നമ്മൾ ആരെ കണ്ടാലും ആദ്യം പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ജ്ഞാനം എന്തായിരിക്കും? നിങ്ങളൊരു ആത്മാവാണ്. ആത്മാക്ക കിസ്കോബി പതാനി. ഈ ആത്മാവിനെ പറ്റി പോലും ആർക്കും അറിയില്ല. തോ ആത്മാത്തോ അവിനാശി ഹെ. ആത്മാവ് അവിനാശിയാണ്. സാധാരണ നമ്മൾ ആത്മാവ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ വിചാരിക്കും ഇവരെന്തോ ഏതോ പ്രേതാത്മാവിനെ പറ്റി പറയാൻ പുതിയ ആൾക്കാർ വിചാരിക്കും. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, അല്ല, നമ്മളുടെ ശരീരത്തിൽ ഉള്ളത് ആത്മാവാണ്. ആത്മാവ് അവിനാശിയാണ്. ജബ് സമയ ഹോത്താ ഹെ ആത്മാ ശരീർ മേ ആക്കർ പ്രവേശ് കർത്തി ഹെ തോ അപ്പനെ കോ ഗടി ഗടി ആത്മ സമझना ഹെ. അപ്പോൾ ഇവിടെ ആ സമയമാവുമ്പം ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് സ്വയം ഇടയ്ക്കിടയ്ക്ക് ആത്മാവാന്ന് മനസ്സിലാക്കണം. ഹം ആത്മാവും ക ബാപ്പ് പരംപിത പരമാത്മാ ഹെ, പരം ടീച്ചർ ബി ഹെ. നമ്മൾ ആത്മാക്കളുടെ അച്ഛൻ പരംപിത പരമാത്മാവാണ്, പരമമായ അധ്യാപകനാണ്. ये भी हर दम बच्चों को याद रहना चाहिए, ये भूलना नहीं चाहिए. ശിവബാബ നമ്മുടെ അച്ഛനാണെന്നും ടീച്ചറാണെന്നും ഓരോ നിമിഷവും കുട്ടികൾക്ക് ഓർമ്മ വേണം, മറക്കരുത്. തും ജാനത്തെ ഹോ അബ് വാപ്പസ് ജാനാ ഹെ വിനാശ് സാമനെ ഖടാ ഹെ. കുട്ടികൾക്കറിയാം നമുക്ക് തിരിച്ചു മടങ്ങണം, വിനാശം മുന്നിൽ നിൽപ്പുണ്ട്. സത്യുഗമേ ദൈവീ പരിവാർ ബഹുത് ഛോട്ടാ ഹോത്താ ഹെ. സത്യുഗത്തിലെ ദൈവീ കുടുംബം വളരെ ചെറുതായിരിക്കും. കലിയുഗമേ തോ കിത്തനെ ഡേർ മനുഷ്യ ഹെ. കലിയുഗത്തിൽ എത്ര അധികം മനുഷ്യരാണ്. അനേക ധർമ്മ അനേക മത്തേ ഹെ. അനേക ധർമ്മങ്ങളും അനേക മതങ്ങളുമാണ്. സത്യുഗമേ ഈ കുച്ച് ബി ഹോത്താനെ. സത്യുഗത്തിൽ ഈ അനേകത ഇല്ല, ഒന്നുമില്ല. ബച്ചോങ്കോ സാരാധിൻ ബുദ്ധിമേ ഈ ബാത്തെ ലാനി ഹെ. കുട്ടികൾ മുഴുവൻ ദിവസവും ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിയിൽ കൊണ്ടുവന്ന് ചിന്തിക്കണമെന്ന് ബാബ പറയാണ്. ഈ പഠായി ഹെന, ഇത് പഠിത്തമല്ലേ. तो उस पढ़ाई में तो कितनी किताब आदि होती है. മറ്റേ പഠിത്തത്തിൽ എത്ര ബുക്കുകളാണ്. ഹരേക്ക് ക്ലാസ് മേ നൈ നയ കിതാബ് ഖരീദ് കർണേ പഡ്തേ ഹെ. ഓരോ ക്ലാസ്സിലും എത്ര പുതിയ ബുക്കുകൾ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. യഹാ തോ കൊയ് ബി കിതാബ് വാ ശാസ്ത്രാദിക്ക് ബാത്ത് നെയ്. ഇവിടെ ഒരു ബുക്കോ ഒരു ഗ്രന്ഥമോ ഒരു ശാസ്ത്രമോ ഇവിടെ ആവശ്യമില്ല. ഇസ്മേ തോ ഏക് ഹി ബാത്ത് ഏക് ഹി പഠായി ഹെ. ഇവിടെ ഒരേ ഒരു കാര്യമുള്ളൂ, ഒരേ ഒരു പഠിത്തേ ഉള്ളൂ. यहाँ जब ब्रिटिश गवर्नमेंट थी, राजाओं का राज्य था, तो स्टैम्प में भी राजा रानी के सिवाय और कोई का फोटो नहीं डालते थे. ഇവിടെ പണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നപ്പോൾ
അന്ന് രാജാക്കന്മാരുടെ രാജ്യമായിരുന്നു. അപ്പോൾ സ്റ്റാമ്പിൽ പോലും രാജാറാണിയുടെ ഫോട്ടോ അല്ലാതെ വേറെ ഏതും ഇടില്ലായിരുന്നു. ആജ്കൽ तो देखो भक्त आदि जो भी होकर गए उनकी भी സ്റ്റാമ്പ് बनाते रहते. ഇന്നത്തെ കാലത്താണെങ്കിൽ നല്ല നല്ല വലിയ വലിയ ഭക്തന്മാരൊക്കെ ഇവിടെ ജീവിച്ച് പോയിട്ടുള്ളവരുടെ സ്റ്റാമ്പ് ഉണ്ടാക്കാറുണ്ട്. ഇനി ലക്ഷ്മി നാരായൺ का राज्य होगा तो चित्र भी एक ही महाराजा महारानी का होगा. അതേപോലെ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉള്ളപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ചിത്രം ലക്ഷ്മി നാരായണൻ്റെ അല്ലെങ്കിൽ മഹാരാജ മഹാറാണിയുടെ ഉണ്ടായിരിക്കുന്നു. ऐसे नहीं जो पास्ट देवदाई होकर गए उनके चित्र मिट गए नहीं. पुराने से पुराने देवदाओं का चित्र बहुत दिल से लेते हैं क्योंकि ശിവബാബ के बाद നെക്സ്റ്റ് है ദേവദായി. അതായത് ഇപ്പോൾ ദേവതകളൊക്കെ കഴിഞ്ഞ കാലത്ത് വന്നു പോയവരാണ്. അപ്പോൾ ആ ദേവതകളുടെ ചിത്രങ്ങളൊക്കെ ഇല്ലാതായെന്ന് വിചാരിക്കരുത്. ഭക്തന്മാർക്കും ഒക്കെ ദേവതകളുടെ ചിത്രം ഭയങ്കര ഇഷ്ടമാണ്. ദേവതകളുടെ ചിത്രം കണ്ടാൽ വളരെ സ്നേഹത്തോടു കൂടി അത് അവർ എടുക്കും. കാര്യം എന്താണ് ദേവതകളുടെ പ്രത്യേകത? കാരണം ദേവതകൾ നെക്സ്റ്റ് ഗോഡാണ്. ഈശ്വരൻ കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലുത് ദേവതകളാണ്. അപ്പോൾ ബാബ പറയാണ്, ഈ സബ് ബാത്തേം തും ബച്ചേ ധാരണ കർ രഹേ ഹോ അവർക്ക് രാസ്ത ബത്താനെ. ഈ കാര്യങ്ങൾ കുട്ടികൾ ധാരണ ചെയ്യണം. എന്തിനാണ്? മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ. യേ ഹെ ബിൽക്കുൽ നയി പടായി. ഇത് പൂർണ്ണമായിട്ടും പുതിയ പഠിത്തമാണ്. തുമ്നെ ഹി യെ സുനി ഥി ഓർ പദു പായാ ഥാ ഓർ കൊയ് നഹീ ജാൻതേ. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തന്നെയാണ് പദവി പ്രാപ്തമാക്കിയിരുന്നത്, വേറെ ആരുമില്ല. തുംകോ രാജയോഗ് പരംപിത പരമാത്മാ സിക്ലാ രഹേ ഹെ. നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നത് പരംപിത പരമാത്മാവാണ്. മഹാഭാരത് ലഡായി ബി മഷ്ഹൂർ ഹേ. മഹാഭാരത യുദ്ധവും വളരെ പ്രസിദ്ധമാണ്. ക്യാ ഹോത്താ ഹേ സോ തോ ആകെ ചൽ ദേഖേംഗെ. അപ്പോൾ എന്താണ് ഈ മഹാഭാരത യുദ്ധം? ഇത് നിങ്ങൾക്ക് മുന്നോട്ട് പോകെ കാണാം. ബാബ പറയാണ്, കൊയ് ക്യാ കെത്തി കൊയ് ക്യാ. ഇന്നത്തെ ലോകത്തിൽ പലരും പലതും പറയും. ചിലർ എന്ത് പറയും, ചിലരെന്ത് പറയും. ദിൻ പ്രതിദിൻ മനുഷ്യർക്ക് ടച്ച് ഹോത്താ ജാത്തെ. ഇപ്പോൾ ഇതിൽ എന്താണ് വാസ്തവമെന്ന് ഓരോ ദിവസം ചെല്ലുന്തോറും മനുഷ്യർക്ക് ടച്ചാവും. കത്തെ ബി ഹെ വേൾഡ് വാർ ലെഗ് ജായി. പിന്നെ എല്ലാവർക്കും ഇങ്ങനൊരു തോന്നലുണ്ട്, ലോകമഹായുദ്ധം സ്റ്റാർട്ട് ചെയ്യും. इससे पहले तुम बच्चों को अपनी पढ़ाई से कर्मातीत അവസ്ഥ പ്രാപ്ത് करनी है. തോന്നലല്ല, തീർച്ചയായിട്ടും ലോകമഹായുദ്ധം നടക്കും. അതിനു മുമ്പായിട്ട് നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മൾ കുട്ടികൾ തൻ്റെ സ്വന്തം പഠിത്തത്തിലൂടെ കർമാതീത അവസ്ഥ പ്രാപ്തമാക്കണം. ബാക്കി ആസുരവും ഓർ ദേവതാവും की कोई लड़ाई नहीं होती. ബാക്കി അസുരന്മാരും ദേവതമാരും തമ്മിൽ യുദ്ധമില്ല, നടന്നിട്ടില്ല. इस समय तुम ब्राह्मण संप्रदाय हो जो फिर जाकर दैवी संप्रदाय बनते हैं. इसलिए इस जन्म में दैवी गुण धारण कर रहे हो. ഈ സമയത്ത് നമ്മൾ ബ്രാഹ്മണ സമ്പ്രദായമാണ്, പിന്നീട് നമ്മൾ പോയിട്ട് ദൈവീ സമ്പ്രദായത്തിലുള്ളവരാകും. അതിനാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ജന്മത്തിൽ തന്നെ എല്ലാ ദിവ്യ ഗുണങ്ങളും ധാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 1 ദൈവീ ഗുണം ഏതാണ്? നമ്പർ 1 ദൈവീ ഗുണം പവിത്രത. തും ഇസ് ശരീർ ദ്വാര കിത്തനെ പാപ കർത്തിയായി ഹോ. എല്ലാ ഗുണങ്ങളുടെയും അമ്മയാണ് പവിത്രത. നിങ്ങൾ ഈ ശരീരത്തിലൂടെ എത്ര പാപം ചെയ്യുന്നു? ആത്മാക്കോ ഹി കഹാ ജാത്താ ഹേ പാപാത്മാ. ആത്മാവിനെയാണ് പറയുന്നത് പാപാത്മാവ്. ആത്മാവ് ഇന്ന് കർമ്മേന്ദ്രിയം സി കിത്തന പാപ കർത്തി രത്തി ഹേ. ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എത്രമാത്രം പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാബ എല്ലാ കർമ്മേന്ദ്രിയങ്ങൾക്കും ഒരു ഹോംവർക്ക് തന്നു. അബ് ഹിയർ നോ ഇവിൽ, സീ നോ ഇവിൽ. മോശമായത് കാണരുത്, ആദ്യം കണ്ണ്, പിന്നെ കേൾക്കരുത്, പിന്നെ പറയരുത്, ചെയ്യരുത്, ചിന്തിക്കരുത്. കിസ്കോ കഹാ ജാത്താ ഹി. ഇത് ആരോടാണ് പറയുന്നത്? ആത്മാക്കോ. ആത്മാവിനോടാണ് ബാബ പറയുന്നത്. ആത്മാ ഹി കാനൂൻ സെ സുൻതി ഹെ. बाप ने तुम बच्चों को स्मृति दिलाई कि तुम आदि सनातन देवी देवता धर्म वाले थे. चक्र खाकर आए, अब फिर तुमको वही बनना है. ബാബ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്, സ്മൃതി ഉണർത്തുകയാണ്. നിങ്ങൾ ആദ്യ സനാതന ദേവതാ ധർമ്മമായിരുന്നു, പിന്നെ അവിടുന്ന് ചക്രം കറങ്ങി വീണ്ടും ഇപ്പോൾ ഇവിടേക്ക് എത്തി, വീണ്ടും നിങ്ങൾ അത് ആകണം. ഈ മീട്ടി സ്മൃതി ആനേസെ പവിത്ര ബന്നയ്ക്ക് ഹിമ്മത്താത്തി ഹെ. ഈ മധുരമായ സ്മൃതി വരുന്നതിലൂടെ പവിത്രമാകാനുള്ള ധൈര്യം വരും. ഇല്ലെങ്കിൽ ഈ ബ്രഹ്മകുമാരീസിൽ ഉള്ള ആത്മാക്കളോട് എല്ലാവരും ചോദിക്കും, ഇതെങ്ങനെ പവിത്രമായിട്ട് ജീവിക്കാൻ പറ്റും?
എന്ന് ചോദിക്കും. ഈ സാധാരണ ജീവിതത്തിൽ ഹിമാലയത്തിൽ പോയി സന്യാസിമാർ പവിത്രത പാലിക്കുന്നത് വേറെ, ഇവിടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് എങ്ങനെ പവിത്രത പാലിക്കാൻ പറ്റും? അപ്പോൾ അതിനെന്താണ് ആധാരം? അപ്പോൾ അതിന് ബാബ ഇന്ന് ഉത്തരം പറയാണ്, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സമയം പവിത്രമായി ജീവിച്ചിട്ടുള്ളത്. സത്യുഗം മുതൽ ത്രേതായുഗത്തിൻ്റെ അവസാനം വരെയും പവിത്രമായിട്ട് ജീവിച്ചിട്ടുണ്ട്. പരന്ധാമത്തിലിരിക്കുമ്പോഴും പവിത്രമായിരുന്നു. ഏറ്റവും കൂടുതൽ ജന്മങ്ങൾ, ഏറ്റവും കൂടുതൽ സമയം നമ്മൾ വളരെ പവിത്രമായി ജീവിച്ചവരാണ്. ആ പവിത്രതയുടെ സംസ്കാരം, ആ പവിത്രതയുടെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു മധുരമായ സ്മൃതി വരണം. അപ്പോൾ ഇന്ന് നിങ്ങൾ മുഴുവൻ ദിവസവും പല പ്രാവശ്യം ഓർമ്മിക്കണം, ഞാൻ സത്യുഗം തൊട്ട് എത്രയോ നാൾ ഞാൻ പവിത്രമായി ജീവിച്ചു. അപ്പോൾ ആ സ്മൃതി വരുമ്പോൾ പവിത്രമാകാനുള്ള ധൈര്യം വരും. तो तुम्हारी बुद्धि में है हम कैसे 84 का പാട്ട് ബജായെ. നമ്മളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ എങ്ങനെ 84ൻ്റെ പാട്ട് അഭിനയിച്ചു. പഹലെ പഹലെ ഹം യേ ഥേ, പണ്ട് നമ്മൾ ഇത് തന്നെയായിരുന്നു. ഈ കഹാനി ഹേ, പറയില്ലേ പണ്ട് ഇതൊരു കഥയാണ്. ബുദ്ധി മേ ആനാ ചാഹിയേ. 5000 വർഷ പഹലെ ഹം സോ ദേവതാ ഥേ. ബുദ്ധിയിൽ വരണം, 5000 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ദേവതയായിരുന്നു, ഞാൻ പവിത്രമായിരുന്നു. ഹം ആത്മ മൂലവതൻ കി രഹനെ വാലി ഹേ, ഞാൻ ആത്മമൂലവതനത്തിൽ വസിച്ചിരുന്നു. ആകെ യേ ജരാബി ഖ്യാൽ നഹി താ ഹം ആത്മാവും കോ വോ ഘർ ഹേ. ഇതിനു മുമ്പേ നമുക്ക് ഒരു അംശം പോലും ചിന്തയില്ലായിരുന്നു, നമ്മൾ ആത്മാക്കളുടെ വീടാണത്. വഹാസെ ഹം ആത്തെ ഹേ പാട്ട് ബജാനെ, നമ്മൾ അവിടെ നിന്ന് ഇവിടേക്ക് പാട്ടഭിനയിക്കാൻ വന്നു. സൂര്യവംശി, ചന്ദ്രവംശി, വൈശ്യവംശി, ശൂദ്രവംശി ബനെ. നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് സൂര്യവംശി, ചന്ദ്രവംശി, വൈശ്യവംശി, ശൂദ്രവംശി, പിന്നെ ബ്രാഹ്മണവംശി ആയി. അഭി തും ബ്രഹ്മാക്കി സന്താൻ ബ്രാഹ്മണവംശി ഹോ. ഇപ്പം നമ്മൾ ബ്രഹ്മാവിൻ്റെ സന്താനം ബ്രാഹ്മണവംശിയാണ്. തും ഈശ്വരീയ അവലാദ് ബനി ഹോ, നിങ്ങൾ ഈശ്വരീയ സന്താനമായി മാറി. ഈശ്വർ ബൈട്ട് തുമക്കോ ശിക്ഷ ദേത്തെ ഹെ, ഈശ്വരൻ ഇരുന്ന് നമുക്ക് ശിക്ഷണം തരുന്നു. യേ സുപ്രീം ബാപ്പ്, സുപ്രീം ടീച്ചർ, സുപ്രീം ഗുരു ബി ഹെ. അപ്പോൾ ശിവബാബ നമ്മുടെ സുപ്രീം അച്ഛനാണ്, സുപ്രീം ടീച്ചറാണ്, സുപ്രീം ഗുരുവുമാണ്. ഹം ഉൻകി മത് സെ സബ് മനുഷ്യോങ്കോ ശ്രേഷ്ഠ ബനാത്തെ ഹെ. നമ്മൾ ബാബയുടെ ശ്രീമത്തിലൂടെ സർവ്വ മനുഷ്യരെയും ശ്രേഷ്ഠമാക്കി മാറ്റുന്നു. മുക്തി ജീവൻ മുക്തി ദോനം ശ്രേഷ്ഠ ഹെ. മുക്തിയും ശ്രേഷ്ഠമാണ്, ജീവൻ മുക്തിയും ശ്രേഷ്ഠമാണ്. ഹം അപ്പനെ ഘർ ജായെങ്കിൽ ഫിർ പവിത്ര ആത്മായെ ആക്കർ രാജ്യ കരേഗി. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും, പിന്നീട് പവിത്ര ആത്മാക്കൾ ഇവിടെ വന്ന് രാജ്യം ഭരിക്കും. ഈ ചക്ര ഹേന, ഇത് ചക്രമാണ്. ഇസ്കോ കഹാ ജാത്ത, ഈ ചക്രത്തെ എന്ത് വിളിക്കാം? സ്വദർശന ചക്രം. ഈ ജ്ഞാനക്കി ബാത്ത് ഹേ. ഈ സ്വദർശന ചക്രം എന്ന് പറഞ്ഞാൽ ജ്ഞാനചക്രമാണ്, ജ്ഞാനത്തിൻ്റെ കാര്യമാണ്. ബാപ്പ് കെത്തി തുമാരാ ഈ സ്വദർശൻ ചക്ര രുക്ന നയിച്ചായി. ഈ സ്വദർശൻ ചക്രം കറക്കേണ്ട സമയം ഇപ്പോഴാണ്. ഈ സ്വദർശൻ ചക്രം നമ്മളുടെ ബുദ്ധിയിൽ കറങ്ങുന്നത് നിൽക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ബാബ പറയുന്നത്. ഫിർത്തെ രഹനേസെ വിക്രം വിനാശമെങ്കിൽ, സ്വദർശൻ ചക്രം കറങ്ങിക്കൊണ്ടേയിരുന്നാൽ വിക്രമം വിനാശമാവും. തും ഇസ് രാവൺ പർ ജീത്ത് ബി പാലേങ്കെ, അങ്ങനെ നിങ്ങൾക്ക് രാവണൻ്റെ മേലെ വിജയം പ്രാപ്തമാക്കാം സ്വദർശന ചക്രം കറക്കുന്നതിലൂടെ. പാപം വിട്ട് ജായെങ്കിൽ, നമ്മുടെ പാപം ഇല്ലാതാവും. അബ് സ്മൃതിയായി സിമിരൻ കർണേക്കില്ലേ. ഇപ്പം നമുക്കതെല്ലാം ഓർമ്മ വന്നു, ഇത്രയും നാൾ അറിയില്ലായിരുന്നു. ഇപ്പം നമുക്കത് സ്മരിക്കാം. എസ്നേഹി മാലാബായിട്ട് സിമിരൻ കർണി, മാല ഇരുന്ന് സ്മരിക്കാനല്ല ബാബ പറയുന്നത്. നമ്മൾ സ്മരിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഉള്ളിൽ സത്യുഗം തൊട്ടുള്ള നമ്മളുടെ പവിത്രമായ ജീവിതത്തെക്കുറിച്ചുള്ള അവസാനം ബ്രാഹ്മണ ജന്മം, എത്ര പവിത്രമായ ജന്മം ബാബയെ കിട്ടി, ഇതൊക്കെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. പിന്നെ നമ്മൾ ഏറ്റവും പവിത്രമായ പരന്ധാമത്തിൽ പോയി അതെല്ലാം ഓർമ്മിക്കണം. ആത്മാവേ അന്തർജ്ഞാൻ ഹേ ജോ തും ബച്ചോങ്കോ ഓർ ഭായി ബഹനോങ്കോ സംജാനാ ഹേ. ആത്മാവിനുള്ളിൽ ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം നിങ്ങൾ കുട്ടികൾ മറ്റ് സഹോദരി സഹോദരന്മാർക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാം. ബച്ചേ ബി മദദ്ഗാർ തോ ബനേങ്കേന, അല്ലേ? നമ്മളുടെ കുട്ടികളും, അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളും സഹായികളാവും. തും ബച്ചും കോഹി സ്വദർശന ചക്രധാരി ബനാത്താഹും. അതായത് ഇപ്പോഴ് വീട്ടിലിരിക്കുന്ന അമ്മമാരെ സഹായിക്കുന്നത് കൊച്ചു മക്കളാണ്. കാരണം ഈ വാട്സപ്പൊക്കെ റെഡിയാക്കി കൊടുക്കുന്നു, മുരളി കേൾപ്പിക്കുന്നു, ഇതെല്ലാം കുട്ടികളാണ് സഹായിക്കുന്നത്. അപ്പോൾ ബാബ പറയാണ്, തും ബച്ചോങ്കോ ഹി സ്വദർശന ചക്രധാരി ബനാത്താഹും. നിങ്ങൾ കുട്ടികളെ ബാബ സ്വദർശന ചക്രധാരിയാക്കി മാറ്റുകയാണ്. ഈ ജ്ഞാൻ മേരെ മേ ഹേ, ഇസ്ലിയെ മുझे ജ്ഞാൻ കാ സാഗർ മനുഷ്യ സൃഷ്ടി കാ ബീജരൂപ് കഹത്തെ ഹേ. ബാബ പറയാണ്, ഈ ജ്ഞാനം എന്നിലുണ്ട്, അതിനാൽ എന്നെ ജ്ഞാനസാഗരൻ എന്നും മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപൻ എന്നും വിളിക്കും. ഉനക്കോ ഭാഗവാൻ കഹ ജാത്തെ, പിന്നെ ബാബയെ വിളിക്കും പൂന്തോട്ടക്കാരൻ.
देवी देवता धर्म का बीज शिव बाबा ने ही लगाया है. ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ വിത്ത് ഇട്ടിരിക്കുന്നത്, വിത്ത് നട്ടത് ശിവബാബയാണ്. അഭി തും ദേവീ ദേവത ബൻ രഹി ഹോ. ഇപ്പം നിങ്ങൾ ദേവീ ദേവതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാരാ ദിൻ സിമരൻ കർത്തേ രഹോ തോ തുമാര ബഹുത് കല്യാൺ ഹേ. ഇത് മുഴുവൻ ദിവസവും സ്മരിച്ചുകൊണ്ടിരിക്കൂ, നിങ്ങൾക്ക് മംഗളം ഉണ്ടാവും, വളരെയധികം മംഗളം ഉണ്ടാവും. ദേവി ഗുൺ ബി ധാരൺ കർണ ഹേ, പവിത്ര ബി ബന്ന ഹേ. ദേവി ഗുണം ധാരണ ചെയ്യണം, പവിത്രവും ആകണം. സ്ത്രീ പുരുഷ ദോനോ ഇക്കട്ടെ രഹത്തെ പവിത്ര ബനത്തെ ഹോ. സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് ജീവിച്ചുകൊണ്ടും പവിത്രമാകണം, പവിത്രമാകുന്നുണ്ട്. ऐसा धर्म तो होता नहीं. निवृत्ति मार्ग वाले तो सिर्फ पुरुष बनते हैं. कहते हैं ना, स्त्री पुरुष दोनों इकट्ठे पवित्र रह नहीं सकते, मुश्किल है. ഇപ്പോൾ ബാബ പറയുന്ന അങ്ങനെയുള്ള മറ്റ് ധർമ്മങ്ങളില്ല. സന്യാസധർമ്മം അല്ലെങ്കിൽ നിവൃത്തി മാർഗത്തിലുള്ളവർ പുരുഷന്മാർ മാത്രമാണ്. സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് പവിത്രമായി ജീവിക്കാൻ പറ്റില്ല എന്നാണ്, വളരെ പ്രയാസമാണ് എന്ന് വിശ്വസിക്കുകയാണ്. സത്യുഗമേധേന. പക്ഷേ ബാബയാണ് നമ്മളിത് ഓർമ്മിപ്പിക്കുന്നത്. സത്യുഗത്തിൽ ദേവീദേവന്മാർ സ്ത്രീ പുരുഷന്മാർ ആയിട്ടും ഒന്നിച്ച് ജീവിച്ച് പവിത്രമായി കഴിഞ്ഞു. ലക്ഷ്മി നാരായണക്ക് മഹിമ ബി ഗാത്തെ ഹെ. ലക്ഷ്മി നാരായണൻ അവരുടെ മഹിമയുണ്ട്. അഭി തും ജാൻതി ഹോ ബാബ ഹംകോ ശൂദ്ര സെ ബ്രാഹ്മൺ ബനായെ ഫിർ ദേവത ബനാത്തെ ഹെ. ഇപ്പം നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനാക്കി മാറ്റി പിന്നീട് ദേവതയാക്കുന്നു. ഹം ഹി പൂജ്യ സെ പൂജാരി ബനേങ്കെ. നമ്മൾ തന്നെ പൂജ്യനിൽ നിന്നും പൂജാരിയാകും. ഫിർ ജബ് വാമമാർഗ് മേ ജായെങ്കെ തോ ശിവ കാ മന്ദിർ ബനായെ പൂജ കരെങ്കെ. പിന്നീട് വാമമാർഗത്തിലേക്ക് പോകുമ്പോൾ ശിവക്ഷേത്രങ്ങൾ ഉണ്ടാക്കി പൂജിക്കാൻ തുടങ്ങും. തും ബച്ചോം കാ അപ്പനെ 84 ജന്മോം കാ ജ്ഞാൻ ഹേ. കുട്ടികൾക്ക് തൻ്റെ 84 ജന്മങ്ങളുടെ ജ്ഞാനമുണ്ട്. ബാപ് ഭീ കഹത്തെ ഹേ തും അപ്പനെ ജന്മോം കോ നഹി ജാൻതേ ഹോ മേം ബതാതാ ഹൂം. ബാബയാണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജന്മങ്ങളെ പറ്റി പോലും അറിയില്ല, ഞാനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ऐसे और कोई മനുഷ്യ कहने सके. അങ്ങനെ മറ്റു മനുഷ്യർക്ക് പറയാൻ പറ്റില്ല. തുംകോ അബ് ബാബ് സ്വദർശന ചക്രധാരി ബനാത്തെ ഹെ. നിങ്ങളെ ഇപ്പോൾ ബാബ സ്വദർശന ചക്രധാരിയാക്കി മാറ്റുകയാണ്. ആ സ്വദർശന ചക്ര ഓർമ്മ വന്നപ്പോൾ നമുക്ക് എന്തിനുള്ള ശക്തി കിട്ടി? പവിത്രമാകാനുള്ള ശക്തിയും ധൈര്യവും കിട്ടി. തും അബ് പവിത്ര ബൻ രഹി ഹോ. നിങ്ങൾ ആത്മാവ് പവിത്രമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ കൂടുതൽ സംസ്കാരം പവിത്രതയുടെയാണ്. ശരീർ തോ യഹാം പവിത്ര ബൻ ന സകെ. നമ്മളുടെ ശരീരം ഇവിടെ പവിത്രമാകില്ല. ആത്മാ പവിത്ര ബൻ ജാത്തി ഹെ. तो फिर अपवित्र शरीर को छोड़ना पड़ता है. ആത്മാവ് ഇവിടെ പവിത്രമാകും. ആത്മാവ് പവിത്രമായി കഴിഞ്ഞാൽ അപവിത്ര ശരീരം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. സബ് ആത്മാവുക്കോ പവിത്ര ഹോക്കർ ജാനാ ഹെ. സർവ്വ ആത്മാക്കളും പവിത്രമായിട്ട് വേണം പോകാൻ. പവിത്ര ദുനിയ അബ് സ്ഥാപൻ ഹോ രേ ഹെ. പവിത്രമായ ലോകം ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി സബ് സ്വീറ്റ് ഹോമേ ചലേ ജായെങ്കെ. ബാക്കി സർവരും സ്വീറ്റ് ഹോമിലേക്ക് മടങ്ങിപ്പോവും. ഈ യാദ് രഖ്നാ ചാഹിയെ. ഇത് നമ്മൾ ഓർമ്മ വയ്ക്കണം. ബാപ് കി യാദ് കെ സാത്ത് സാത്ത് ഗർ കി ബി യാദ് ജരൂർ ചാഹിയെ ക്യോങ്കി അബ് വാപ്പസ് ഗർ ജാനാ. ബാബയുടെ ഓർമ്മയോടൊപ്പം ബാബയുടെ വീടിൻ്റെ ഓർമ്മയും വേണം. കാരണം എന്താ? തിരിച്ച് മടങ്ങിപ്പോണ്ട സ്ഥലം അതാണ്. അവിടേക്ക് മടങ്ങിപ്പോണ്ട സമയമായി. ഗർമേ ഹി ബാപ് കോ യാദ് കർനായി. ബാബയെ ഓർമ്മിക്കേണ്ടത് ആ വീട്ടിൽ തന്നെ പോയി ഓർമ്മിക്കണം. ഭലെ തും ജാൻതേ ഹോ ബാബ ഇസ് തന്മേ ആക്കർ ഹംകോ സുനാ രഹേ ഹേ പരന്തു ബുദ്ധി പരന്താം സ്വീറ്റ് ഹോം സെ ടൂട്ട്നി നഹി ചാഹിയെ. നിങ്ങൾക്കറിയാം, അതായത് ബാബ ഇപ്പോൾ ഈ ശരീരത്തിൽ വന്ന് നമ്മളെ മുരളി കേൾപ്പിക്കുകയാണ്. പക്ഷേ ബുദ്ധി പരന്ധാമമാകുന്ന സ്വീറ്റ് ഹോമിൽ നിന്ന് കട്ടാവരുതെന്ന്. ബുദ്ധി അവിടെ തന്നെ ഇരിക്കുകയാണ്. ടീച്ചർ ഗർ ചോഡ്കർ ആത്തെ ഹേ തുമക്കോ പഠാനെ. പഠാക്കർ ഫിർ ബഹുത് ദൂർ ചലേ ജാത്തെ. സെക്കൻഡ് മേ കഹാം ബി ജാ സക്തെ. നമ്മുടെ ടീച്ചർ, സുപ്രീം ടീച്ചർ, ആ വീട് വിട്ടിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരുന്നു. എന്നിട്ട് പഠിപ്പിച്ചിട്ട് വളരെ ദൂരത്തേക്ക് ബാബ തിരിച്ചു പോകും. ഒരു സെക്കൻഡിൽ ബാബയ്ക്ക് നമ്മുടെ ടീച്ചറിന് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. ആത്മാക്കിത്തിന് ചോട്ടി ബിന്ദി ഹേ വണ്ടർക്കാനാച്ചായി. ഈ ആത്മാവ് തന്നെ നമ്മൾ ഓരോരുത്തരും എത്ര ചെറുതാണ്, അത്ഭുതം തോന്നണം. ബാപ്നെ ആത്മാക്കാബി ജ്ഞാൻ ദിയാ ഹെ. ബാബ ആത്മാവിൻ്റെ ജ്ഞാനം നമുക്ക് തന്നിട്ടുണ്ട്. യെ ബി തും ജാൻതേ ഹോ സ്വർഗമേ കോയി ഗന്ദി ചീസ് ഹോത്തിനെ. അപ്പോൾ ഇന്ന് ബാബ സ്വർഗത്തെപ്പറ്റി പ്രത്യേകമായ കാര്യങ്ങൾ പറയുകയാണ്.
അതായത് നിങ്ങൾക്കറിയാം സ്വർഗത്തിൽ അഴുക്കായ വസ്തുക്കൾ കാണില്ല. ജിസ്മേ ഹാത്ത് പാവ് അഥവാ കപ്പടെ ആദി മൈലേ ഹോ. കാരണം നമ്മുടെ കയ്യോ കാലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സോ അഴുക്ക് പിടിക്കുന്ന പോലത്തെ ഒരു സാധനവും സത്യയുഗത്തിൽ കാണില്ല. देवताओं की कैसी सुंदर पहरवे से कितने फर्स्ट क्लास कपड़े होंगे, धोने की भी दरकार नहीं, इसको देखकर कितनी खुशी होनी चाहिए. അതായത് ദേവതകളുടെ വസ്ത്രധാരണമൊക്കെ എത്ര മനോഹരമാണ്, എന്ത് ഭംഗിയാണ് കാണാൻ. എത്ര ഫസ്റ്റ് ക്ലാസ് വസ്ത്രങ്ങളായിരിക്കും ദേവതകൾ അണിയുന്നത്. അവിടുത്തെ ഡ്രസ്സ് കഴുകണ്ട, അതാണ് ബാബ എന്ന് പറയുന്ന കാര്യം. സ്വർഗത്തിൽ ഡ്രസ്സ് കഴുകണ്ട, ആ പണിയില്ല അവിടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ലോകത്തിൽ എത്ര പൊടിയാണ്, എത്ര പൊല്യൂഷനാണ്, എത്ര മലിനീകരണമാണ്. നമ്മൾ പുറത്തൊന്ന് ഇറങ്ങി ടൗണിൻ്റെ അകത്താണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉച്ചയാകുമ്പോഴത്തേക്കും ഡ്രസ്സ് മുഴുവൻ അഴുക്കാവും. പക്ഷേ ചില സ്ഥലങ്ങളുണ്ട് പൊല്യൂഷനൊന്നും ഇല്ലാത്തത്, നല്ല തണുപ്പുള്ള, അവിടെയൊക്കെ ഡ്രസ്സ് അഴുക്കാവില്ല. പക്ഷേ സത്യയുഗത്തിൽ ഒരു തരി പോലും ഡ്രസ്സ് അഴുക്കാവില്ല, ഡ്രസ്സ് കഴുകണ്ടാന്ന് അവിടെ. അപ്പോൾ അവരാണ് ഈ ദേവതകളുടെ ചിത്രം നോക്കിയിരുന്ന് സന്തോഷിക്കാൻ, ലക്ഷ്മി നാരായണനെ നോക്കിയിരുന്ന് സന്തോഷിക്കാൻ. സ്വർഗത്തിൻ്റെ ചിത്രം ഉണ്ടല്ലോ കയ്യിൽ. ആത്മാ ജാൻതി ഹേ ഭവിഷ്യ 21 ജന്മം ഹം യെ ബനേങ്കെ. ആത്മാവിനറിയാം ഭാവിയിൽ 21 ജന്മമാണ് ഞാൻ ദേവതയാകാൻ പോകുന്നത്. എത്ര അഭിമാനത്തിൻ്റെ കാര്യമാണ്, എത്ര ലഹരിയുടെ കാര്യമാണ്. ലഹരി പിടിക്കണം. 21 ജന്മം ഞാൻ ഇതേപോലെ ഫസ്റ്റ് ക്ലാസ് ദേവതയായിട്ട് ജീവിക്കും. ऐसे ഈ ചിത്രം സബ്കെ പാസ് ഹോനി ചായേ, ബസ് ദേഖ്തേ രഹനാ ചായേ. ഈ ചിത്രം നമ്മുടെ എല്ലാവരുടെ അടുക്കലും വേണം, അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇന്ന് എന്തായാലും നിങ്ങൾ ആ ചിത്രം നോക്കണം കുറേ പ്രാവശ്യം. ഇസ്മേ ബഡി ഖുഷി ചായേ ഹംകോ ബാബ യേ ബനാത്തെ ഹേ. ഇതിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവണം, നമ്മളെ ബാബ ഇങ്ങനെയാക്കി മാറ്റുകയാണ്. ऐसे ബാബാക്ക് ഹം ബച്ചേ ഫിർ രോത്തേക്കോ. അതാണ് ബാബയ്ക്ക് ഒരു ചിന്ത. ഇത്രയ്ക്കും എല്ലാ സുഖസൗകര്യങ്ങളും ഒരുക്കി തരുന്ന ബാബയുടെ കുട്ടികളായ നമ്മൾ എന്തിനു കരയണം? നമുക്ക് കോയി ഫിക്കർ തൊടി ഹോനാ ചായേ. നമുക്ക് ഒരു കാര്യത്തിലും വിഷമം വരാൻ പാടില്ല, ചിന്ത വരാൻ പാടില്ല. ദേവതാओं के मंदिर में जरूर महिमा गाते हैं, सर्वगुण संपन्न अच्युतम केशवम कितने नाम बोलते जाते. ये सब शास्त्रों में लिखा हुआ है जो याद करते हैं. शास्त्रों में किसने लिखा? അതായത് ഈ ഇപ്പോൾ ദേവതകളുടെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നമ്മൾ മഹിമ പാടാറുണ്ടല്ലോ. സർവഗുണ സമ്പന്നം, സമ്പൂർണ്ണ നിർവികാരി, അച്യുതം, കേശവം, അങ്ങനെ എത്ര പേരുകൾ പാടുന്നു. ഇതെല്ലാം ശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത് അവർ ഓർമ്മിക്കുന്നതാണ്. ഈ ശാസ്ത്രങ്ങൾ ആരാണ് എഴുതിയത്? വ്യാസൻ. യാ കോയി നയേബി ബനാത്തിരെത്തിയേ. പിന്നെ പുതിയ പുതിയ ശാസ്ത്രങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഗ്രന്ഥ ആകെ ബഹു ചോട്ടാദ ഹാസ്യ ലിഖാ ഹുവ. സിഖുകാരുടെ ഗ്രന്ഥ പോലും പണ്ട് വളരെ ചെറുതായിരുന്നു, കൈകൊണ്ട് എഴുതിയത്. അബി തൊ കിത്തന ബഡാ ബനാദിയ. ഇപ്പം എത്ര വലുതാക്കി. ജറൂർ അഡീഷൻ കിയാ ഹോഗ. വലുതാക്കിയെങ്കിൽ എന്താണ്, അതിലെന്തൊക്കെയോ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും. अब ഗുരുനാനാക്ക് തോ ആത്തി ഹേ ധർമ്മ കി സ്ഥാപന കർണി. ഇപ്പോൾ ഗുരുനാനാക്ക് വരുന്നത് ധർമ്മം സ്ഥാപിക്കാനായിട്ടാണ്. ജ്ഞാൻ ദേനെ വാലോ തോ ഇക്കി. പക്ഷേ ഇവിടെ ജ്ഞാനം തരുന്ന ആൾ ഒരാൾ മാത്രമാണ്. ക്രൈസ്റ്റ് ബി ആത്തെ ഹേ സിർഫ് ധർമ്മ കി സ്ഥാപന കർണിക്കല്ലേ. ക്രൈസ്റ്റും വരുന്നത് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ്. ജബ് സബ് ആ ജാത്തെ ഹേ തോ ഫിർ വാപ്പസ് ജായെങ്കിൽ. എല്ലാവരും ഇങ്ങോട്ട് വന്നു കഴിയുമ്പം തിരിച്ചു മടങ്ങി പോവുകയും ചെയ്യും. ഘർ ഭേജനെ വാല കോൺ? ക്യാ ക്രൈസ്റ്റ്? നഹി. ആരാണ് വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്? ഇവിടുന്ന് വീട്ടിലേക്ക് അയക്കാൻ ഒരാൾ വേണ്ടേ? ആരാണ്? ക്രൈസ്റ്റാണോ? അല്ല. വഹത്തോ ഭിന്ന നാമരൂപമേ തമോ പ്രധാൻ അവസ്ഥാമേ ഹി. അപ്പോൾ ഇവരെല്ലാവരും ഭിന്ന ഭിന്ന നാമരൂപത്തിൽ തമോ പ്രധാന അവസ്ഥയിലാണ്. സധോ രജോ തമോമേ ആത്തെ ഹി. എല്ലാ ആത്മാക്കളും സധോ രജോ തമോയിൽ വരും. ഈ സമയം സബ് തമോ പ്രധാൻ ഹേ. ഈ സമയത്ത് സർവരും തമോ പ്രധാനമാണ്. സബ്കി ജഡീഭൂത അവസ്ഥ ഹേ. എല്ലാവരുടെയും ജീർണിച്ച അവസ്ഥയാണ്. അതായത് എല്ലാവരും അധപതിച്ചു പോയി. പുനർജന്മ ലേത്തെ ലേത്തെ ഈ സമയം സബ് ധർമ്മവാലെ ആക്കർ തമോ പ്രധാൻ ബനേ ഹേ. പുനർജന്മം എടുത്തെടുത്ത് എല്ലാ ധർമ്മത്തിലുള്ളവരും തമോ പ്രധാനമായി എന്ന് ബാബ പറയണം. അപ്പോൾ ബാബ പറയണം അബ് സബ്കോ വാപ്പസ് ജാനാ ഹി ജരൂർ. ഇനി എല്ലാവരും ഇവിടെ ഇരിക്കേണ്ട. ഡ്രാമ അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും തിരിച്ചു പോകണം. ഫിർസെ
ചക്ര ഫിർന ചായേ, വീണ്ടും ഈ ചക്രം കറങ്ങണം. പെഹലെ നയാ ധർമ്മ ചായേ ജോ സത്യുഗമേ ഥാ, ആദ്യം പുതിയ ധർമ്മം വേണം. അതാണ് സത്യുഗത്തിലുണ്ടായിരുന്നത്. ബാപ്പ് ഹി ആക്കർ ആദി സനാഥൻ ദേവീ ദേവത ധർമ്മ സ്ഥാപന കർത്തേ, ബാബ വന്ന് ആദി സനാതന ദേവീ ദേവത ധർമ്മം സ്ഥാപിക്കുന്നു. ബാബ പറയാണ് ഫിർ വിനാശ് ബി ഹോനാ ഹെ, വിനാശവും സംഭവിക്കണം. സ്ഥാപന വിനാശ് ഓർ പാലന, സ്ഥാപന പിന്നെ വിനാശം പിന്നെ പാലന. സത്യുഗമേ ഏക് ഹി ധർമ്മ ഹോഗ, സത്യുഗത്തിലെ ഒരേ ഒരു ധർമ്മമേ കാണും. ഈ സ്മൃതി അത്തിഹന, ഇത് ഓർമ്മ വരുന്നില്ലേ? സാരാ ചക്ര സ്മൃതി മേലാനാൻ. അപ്പോൾ ഇന്ന് ബാബ തരുന്ന ഹോംവർക്കാണ് മുഴുവൻ ചക്രവും സ്മൃതിയിൽ കൊണ്ടുവരണം. എന്താണ് കൊണ്ടുവരേണ്ടത്? നമ്മൾ ദേവതകളായിരുന്നപ്പോൾ എത്ര പവിത്രമായിരുന്നു, എത്ര ജന്മങ്ങൾ പവിത്രമായിരുന്നു. അഭി ഹം 84 ചക്ര പൂരാ ഹർ വാപ്പസ് ഗർ ജായെങ്കി, ഇപ്പം നമ്മൾ 84 ചക്രം പൂർത്തിയാക്കി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങും. തും ബോൾത്തെ ചലത്തെ സ്വദർശന ചക്രധാരി ഹോ, നിങ്ങൾ സംസാരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സ്വദർശന ചക്രധാരിയാണ്. ഇന്നത്തെ വലിയൊരു സമ്മാനം. वो फिर कहते कृष्ण को सुदर्शन चक्र था, उनसे सबको मारा, ആകാസുർ ബകാസുർ ആദിക്ക് ചിത്ര ദിക്കായി. അവർ പിന്നെ കാണിക്കുന്നത് കൃഷ്ണൻ്റെ കയ്യിൽ സുദർശൻ ചക്രം ഉണ്ടായിരുന്നു. കൃഷ്ണൻ ആ സുദർശൻ ചക്രം കൊണ്ട് പലരെയും ഹിംസിച്ചു. അകാസുരൻ ബകാസുരൻ ഇവരുടെയൊക്കെ ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. പരന്തു ऐसी कोई बात है नहीं, അങ്ങനെയുള്ള കാര്യമേ ഇല്ല. तुम बच्चों को अभी सुदर्शन चक्रधारी बनकर रहना है, क्योंकि सुदर्शन चक्र से तुम्हारे पाप कटते हैं. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ സുദർശന ചക്രധാരികളായിരിക്കണം. കാരണം ഈ സുദർശന ചക്രത്തിലൂടെ നിങ്ങളുടെ പാപം കട്ടാവും. ആസുരിപ്പന കഥം ഹോത്താ ഹെ, ആസുരീയ അവസ്ഥ ഇല്ലാതാവും. ദേവതാവും ഓർ അസുരോം കി ലഡായി തോ ഹോ ന സക്കെ, ദേവതകളുടെയും അസുരന്മാരുടെയും യുദ്ധം ഒരിക്കലും ഉണ്ടാവില്ല. അസുർ ഹെ കലിയുഗമേ, ദേവതായേ ഹെ സത്യുഗമേ. കാരണം എന്താ? അസുരന്മാർ കലിയുഗത്തിലും ദേവതകൾ സത്യുഗത്തിലുമാണ്. ബീച്ച് മേ ഹെ സംഘമയുഗം, നടുവിൽ സംഘംയുഗം. तो शास्त्र है ही ഭക്തി മാർഗ്ഗിക്ക്, ശാസ്ത്രങ്ങൾ ഭക്തിമാർഗത്തിലേതാണ്. ജ്ഞാൻ ക നാം നിശാൻ നഹി, ജ്ഞാനത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. ജ്ഞാൻ സാഗർ ഏക് ഹി ബാപ്പ് ഹേ സബ്കെ ലിയേ, ജ്ഞാനസാഗരൻ ഒരേ ഒരു ബാബ മാത്രമാണ്, അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ബാബ എല്ലാവരുടേതുമാണ്. ശിവായി ബാപ്കെ കോയി ബി ആത്മ പവിത്ര ബൻ വാപ്പസ് ജാനേ സക്തേ, ബാബയില്ലാതെ ബാബയെ കൂടാതെ ഒരാത്മാവിനും പവിത്രമായി വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ല. പാട്ട് ജരൂർ ബജാനാഹി, തീർച്ചയായിട്ടും പാട്ട് അഭിനയിക്കണം. ശുഭ തോ അബ് അപ്പനെ 84 ചക്രക്കോ യാദ് കർണ, ഇപ്പം നമ്മളുടെ 84 ചക്രങ്ങളെ ഓർമ്മിക്കണം, ചക്രത്തെ ഓർമ്മിക്കണം. ഹം അഭി സത്യുഗി നയേ ജന്മമേ ജാത്തെ ഹി, നമ്മളിപ്പോൾ സത്യുഗി പുതിയ ജന്മത്തിലേക്ക് പോകുകയാണ്. ऐसा ജന്മ ഫിർ കബി നഹി മിൽത്ത, അങ്ങനെയുള്ള ജന്മം ഇനി ഒരിക്കലും കിട്ടില്ല, പിന്നീട് ഒരിക്കലും കിട്ടില്ല. ശിവ ബാബ ഫിർ ബ്രഹ്മ ബാബ, ലൗകിക് പാർലൗകിക് ഓർ യേ ഹെ അലൗകിക് ബാബ. നമുക്ക് ഈ സംഗമയുഗത്തിലെ ഈ ഒരു ജന്മമാണ് ഏറ്റവും വളരെ വാല്യുബിളായ ജന്മം. അതായത് ലൗകികം, പാർലൗകികം, അലൗകികം, ഈ 3 അച്ഛനുണ്ട്. ശിവബാബ പിന്നെ ബ്രഹ്മബാബ. ഈ സമയക്ക് ഹി ബാത് ഹേ എനിക്കോ അലൗകിക് കഹാ ജാത്ത, ഈ സമയത്തെ കാര്യമാണ്. ഇതിനെ അലൗകികം എന്ന് പറയും. ആരെയാണ് അലൗകികം എന്ന് പറയുന്നത്? ഈ ഇപ്പോഴത്തെ ജീവിതത്തെ അലൗകിക ജീവിതം എന്ന് പറയും. തും ബച്ചെ ഉസ് ശിവബാബക്കോ സിമരൻ കർത്തേ ബ്രഹ്മാക്കോ നെയ്, നിങ്ങൾ കുട്ടികൾ ശിവബാബയാണ് ഓർമ്മിക്കുന്നത്, ബ്രഹ്മാവിനെ അല്ല. भले ब्रह्मा के मंदिर में जाकर पूजा करते हैं, वो भी तब पूजते हैं जब सूक्ष्म वदन में സമ്പൂർണ്ണ അവ്യക്തമൂർത്തി ഹേ. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലും പോയി പൂജ നടത്താറുണ്ട്. പക്ഷെ അതെപ്പോഴാണ്? അതായത് ബ്രഹ്മാവ് എപ്പോഴാണ് സൂക്ഷ്മവദനത്തിൽ സമ്പൂർണ്ണ അവ്യക്തമൂർത്തിയാകുന്നത്, അപ്പോൾ. तो ये ശരീരധാരി പൂജയ്ക്ക് ലായക് നഹി, ഈ ദേഹധാരിയായിട്ടുള്ള ബ്രഹ്മ പൂജായോഗ്യനല്ല. യോ തോ മനുഷ്യ ഹേ, ഈ ബ്രഹ്മ മനുഷ്യനാണ്. മനുഷ്യക്ക് പൂജ നീ ഹോത്തി, മനുഷ്യൻ്റെ പൂജ നടക്കുന്നില്ല. ബാബ പറയുന്നത് ബ്രഹ്മാക്കോ താടി ദിക്കാത്തെ ഹേ തോ മാലും പടി യഹാങ്കാ ഹേ, ബ്രഹ്മാവിന് നരച്ച താടി കാണിക്കുന്നുണ്ടല്ലോ, അപ്പം മനസ്സിലാക്കാൻ ഇവിടത്തെയാണ്. ദേവതാവുംക്കോ താടി ഹോത്തിനെ, ദേവതകൾക്ക് താടിയില്ല. ഈ സബ്ബാത്തെ ബച്ചോങ്കോ സംജാതി ഹേ, ഈ കാര്യങ്ങൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു. തുമാരാ നാം ബാലാ ഹേ ഇസ്ലിയെ തുമാരാ മന്ദിർ ബി ബനാ ഹുവാ ഹേ, നിങ്ങളുടെ പേര് പ്രസിദ്ധമാണ്, അതുകൊണ്ട് നിങ്ങളുടെ ക്ഷേത്രമുണ്ട്. സോമനാഥ് ക മന്ദിർ കിത്തനെ ഊഞ്ചേത്തെ ഊഞ്ച് ഹേ, സോമനാഥ ക്ഷേത്രം എത്ര ഉയർന്നതിലും ഉയർന്നതാണ്. സോമരസ് പിലായ ഫിർ ക്യാ ഹുവാ, അപ്പോൾ സോമരസം കുടിപ്പിച്ചു എന്നല്ലേ പറയുന്നത്. സോമരസം കുടിപ്പിച്ചിട്ട് പിന്നെ എന്ത് സംഭവിച്ചു?
फिर यहाँ भी दिलवाड़ा मंदिर देखो मंदिर ഹുബഹു യാദ്ഗാർ ബനായ ഹെ. പിന്നെ ഇവിടെ അതായത് മൗണ്ട് അബൂലാണ് ദിൽവാഡ ക്ഷേത്രമുണ്ട്. അതും കൃത്യമായ ഓർമ്മചിഹ്നമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. നീജെ തും തപസ്യ കർ രഹേ ഹോ ഊപ്പർ മേ ഹെ സ്വർഗ്. താഴെ തപസ് ചെയ്യുന്നു, മുകളിൽ സ്വർഗം. മനുഷ്യ സമസ്തേ ഹെ സ്വർഗ് കഹാം ഊപ്പർ മേ ഹെ. മനുഷ്യർ വിചാരിക്കുന്നത് എന്താണ്? സ്വർഗം എവിടെയോ മേലെയാണ്. മന്ദിർ മേ ബി നീജെ സ്വർഗ് കൈസെ ബനായി. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിലും എങ്ങനെയാണ് താഴെ സ്വർഗം കാണിക്കുന്നത്? അത് ഊപ്പർ മേ ഛത്ത് മേ ബനാ ദിയ. അതുകൊണ്ട് മുകളിൽ ആ മേൽക്കൂരയിലെല്ലാം സ്വർഗം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ബനാനി വാലാബി കൊയ് സമസ്തനെ. അത് ഉണ്ടാക്കിയവർ മനസ്സിലാക്കണ്ടേ? അതും മനസ്സിലാക്കുന്നില്ല. ബഡേ ബഡേ കരോഡ്പതി ഉനോക്കോ യെ സംജാന ഹെ. വലിയ വലിയ കോടിപതികൾക്കൊക്കെ ഇത് മനസ്സിലാക്കി കൊടുക്കണം. തുംക്കോ അഭി ജ്ഞാൻ മില തോ തുംക്കോ ബഹുത്തോക്കോ ദേ സക്തേ ഹോ. നിങ്ങൾക്കിപ്പം ജ്ഞാനം കിട്ടി, അതുകൊണ്ട് നിങ്ങൾ വളരെയധികം പേർക്ക് ഈ ജ്ഞാനം കൊടുക്കാം. അച്ഛാ മീട്ടെ മീട്ടെ സിക്കിലതേ ബച്ചോം പ്രതി मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. धारणा सार. फर्स्ट पॉइंट, अंदर से आसुरीपने को समाप्त करने के लिए चलते फिरते स्वदर्शन चक्रधारी होकर रहना है. ഉള്ളിൽ അസുര സ്വഭാവത്തെ, ഉള്ളിൽ നിന്നും അസുര സ്വഭാവത്തെ അല്ലെങ്കിൽ ആസുരിയത്വം സമാപ്തമാക്കുന്നതിന് വേണ്ടി നടക്കുന്ന സഞ്ചരിക്കുന്ന സ്വദർശന ചക്രധാരി ആകണം. ഉള്ളിൽ നിന്നും ആസുരിയത്വം സമാപ്തമാക്കുന്നതിന് വേണ്ടി നടക്കുന്ന സഞ്ചരിക്കുന്ന സ്വദർശന ചക്രധാരി ആകണം. സാരാ ചക്ര സ്മൃതി മേ ലാനാ ഹെ. മുഴുവൻ ചക്രവും സ്മൃതിയിൽ കൊണ്ടുവരണം. മുഴുവൻ ചക്രവും സ്മൃതിയിൽ കൊണ്ടുവരണം. എന്താ കൊണ്ടുവരണ്ടേ? നമ്മൾ എത്ര പവിത്രമായി ജീവിച്ചവരാണ്. നമ്മളിൽ പവിത്രതയുടെ സംസ്കാരമാണ് കൂടുതൽ. അടുത്ത പോയിന്റ്, ബാക്കി യാദ് സാത്ത് സാത്ത് ബുദ്ധി പരന്താം ഗർമേ ബി ലഗി രഹേ. ബാബയുടെ ഓർമ്മയോടൊപ്പം നമ്മളുടെ ബുദ്ധി പരന്താമത്തിലും കണക്റ്റഡ് ആയിരിക്കണം. പരന്താമമാകുന്ന വീട്ടിലും നമ്മുടെ ബുദ്ധി ബന്ധനസ്ഥമായിരിക്കണം. बाप ने जो स्मृतियाँ दिलाई हैं उनका सिमरन कर अपना कल्याण करना है. ബാബ ഏതെല്ലാം സ്മൃതികൾ ഓർമ്മിപ്പിച്ചുവോ അതെല്ലാം സ്മരിച്ച് സ്വന്തം മംഗളം ചെയ്യണം. ബാബ എന്തെല്ലാം സ്മൃതി ഓർമ്മിപ്പിച്ചുവോ അതെല്ലാം സ്മരിച്ച് തൻ്റെ മംഗളം ചെയ്യണം. ഇന്നത്തെ വരദാനം, संपूर्ण आहुति द्वारा परिवर्तन समारोह मनाने वाले दृढ़ संकल्पधारी भव. സമ്പൂർണ്ണ ആഹൂതിയിലൂടെ പരിവർത്തന സമാരോഹം, അതായത് പരിവർത്തനത്തിൻ്റെ ഫങ്ഷൻ നടത്തുന്ന, ആഘോഷിക്കുന്ന ദൃഢസങ്കല്പധാരി ഭവ. ദൃഢസങ്കല്പം ചെയ്യുന്നവരായി ഭവിക്കൂ. സമ്പൂർണ്ണ ആഹൂതിയിലൂടെ പരിവർത്തനത്തിൻ്റെ ആഘോഷം നടത്തുന്ന ദൃഢസങ്കല്പധാരി ഭവ. ജയ്സെ കഹാവത്ത് ഹേ ദർത്ത് പരിയെ ധർമ്മ ന ചോടിയെ. ഒരു ചൊല്ലുണ്ട്, തല വെട്ടി താഴെ വീണുരുണ്ടാലും ധർമ്മം ഉപേക്ഷിക്കരുത്. രജപുത്രരുടെ ചൊല്ലാണ്. അതായത് മരിച്ചാലും ധർമ്മം ഉപേക്ഷിക്കരുത്. तो कोई भी सर्कमस्टेंस आ जाए, माया के महावीर रूप सामने आ जाए, लेकिन धारणाയിൽ ना टूटे छूटे. ഏത് വിപരീത സാഹചര്യം മുന്നിൽ വന്നാലും, ഏത് വിപരീത സാഹചര്യം, പ്രതികൂല സാഹചര്യം മുന്നിൽ വന്നാലും, മായയുടെ മഹാവീര രൂപം മുന്നിൽ വന്നാലും ധാരണകൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഈശ്വരീയ ധാരണകൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. संकल्पद्वारा त्याग की हुई बेकार वस्तुए संकल्प में भी स्वीकार ना हो. സങ്കല്പത്തിലൂടെ ത്യാഗം ചെയ്ത
സങ്കല്പത്തിലൂടെ ത്യാഗം ചെയ്ത ഉപയോഗമില്ലാത്ത വസ്തുക്കൾ വീണ്ടും സങ്കല്പത്തിൽ പോലും സ്വീകരിക്കരുത്. സങ്കല്പത്തിലൂടെ ത്യാഗം ചെയ്ത ഉപയോഗശൂന്യമായ വസ്തുക്കൾ സങ്കല്പത്തിൽ പോലും സ്വീകരിക്കരുത്. സദാ അപ്പനെ ശ്രേഷ്ഠ സുമാൻ, ശ്രേഷ്ഠ സ്മൃതി, ശ്രേഷ്ഠ ജീവൻ को സമർത്ഥ സ്വരൂപ ദ്വാര ശ്രേഷ്ഠ പ്രാക്താരിബൻ ശ്രേഷ്ഠതാക്ക കീഴ് കർത്തേ രഹോ. സദാ തൻ്റെ ശ്രേഷ്ഠ സോമാനം, ശ്രേഷ്ഠ സ്മൃതി, ശ്രേഷ്ഠ ജീവിതം. സദാ തൻ്റെ ശ്രേഷ്ഠ സോമാനം, ശ്രേഷ്ഠ സ്മൃതി, ശ്രേഷ്ഠ ജീവിതം ഇങ്ങനെയുള്ള സമർത്ഥ സ്വരൂപത്തിലൂടെ ശ്രേഷ്ഠ പാർട്ട് അഭിനയിക്കുന്നവരായി മാറി ശ്രേഷ്ഠതയുടെ കളി കളിച്ചുകൊണ്ടിരിക്കൂ. ശ്രേഷ്ഠതയുടെ കളി കളിച്ചുകൊണ്ടിരിക്കൂ. കംസൂര്യം കി സബ് കേൾ സമാപ്ത ഹോ ജായേ. ബലഹീനതകളുടെ സർവ കളികളും സമാപ്തമാകട്ടെ. ബലഹീനതകളുടെ സർവ കളികളും സമാപ്തമാകട്ടെ. जब ऐसी संपूर्ण आहुति का संकल्प दृढ़ होगा तब परिवर्तन समारोह होगा. അങ്ങനെയുള്ള സമ്പൂർണ്ണ ആഹൂതി ചെയ്യണം എന്നുള്ള സങ്കല്പം എപ്പോൾ ദൃഢമാകുന്നോ അപ്പോഴായിരിക്കും നമ്മൾ പരിവർത്തനത്തിൻ്റെ ആഘോഷം നടത്താൻ പറ്റുന്നത്. സമ്പൂർണ്ണ ആഹൂതിയുടെ സങ്കല്പം ദൃഢം. इस समारोह की डेट अब സംഘടിത रूप में निश्चित करो. അപ്പോൾ ഈ ഒരു ആഘോഷത്തിൻ്റെ ഡേറ്റ് ഇപ്പോൾ സംഘടിത രൂപത്തിൽ നിശ്ചിതപ്പെടുത്തും, ഫിക്സ് ചെയ്യും. ഇന്നത്തെ സ്ലോഗൻ റിയൽ ഡയമണ്ട് ബൻകർ അപ്പനെ വൈബ്രേഷൻ की चमक विश्व में फैलाओ. റിയൽ ഡയമണ്ടായി, അതായത് സത്യമായ ഒറിജിനൽ ഡയമണ്ടായി മാറി, രത്നമായി മാറി തൻ്റെ വൈബ്രേഷൻ്റെ തിളക്കം വിശ്വം മുഴുവനും പരത്തൂ. ഓം ശാന്തി. ഇന്ന് ഈ മാസം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ മാസം ആരംഭിക്കുന്നതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യൽ ഞാൻ വിചാരിച്ചു ചാർട്ടിൻ്റെ ഒരു ഇത് പറഞ്ഞു തരാം. നമ്മളെല്ലാവരും തീവ്ര പുരുഷാർത്ഥികളാവണം. പക്ഷേ അതിന് നമ്മൾ കുറേ നേരം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്താൽ മാത്രം പോരാ, യോഗ നിറയെ ചെയ്യണം. പക്ഷേ തൻ്റെ മുഴുവൻ ദിവസവും എങ്ങനെ നമ്മളുടെ സ്ഥിതി എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളെങ്ങനെ കർമ്മം ചെയ്തു എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ വർഷം മുഴുവനും ഫോളോ ഫാദർ ചെയ്യാനുള്ളൊരു ഹോംവർക്കാണുള്ളത്. ആ ഫോളോ ഫാദറിൻ്റെ ഭാഗമായിട്ട് കർമ്മയോഗം, അതാണ് ഈ മാസത്തെ ആദ്യത്തെ 2 ആഴ്ച നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിൽ ഓർമ്മിക്കൂ, കർമ്മയോഗിയാകാതെ ആർക്കും കർമാതീതമാകാൻ സാധിക്കില്ല. അതേപോലെ കർമ്മേന്ദ്രിയ ജീത്താകാതെ ആർക്കും കർമ്മയോഗിയാകാനും സാധിക്കില്ല. ഞാൻ ഈ പറയുന്നത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ചെക്കിങ്ങിൻ്റെ പോയിൻ്റ്, അതായത് 5 പോയിൻ്റ് ചെക്ക് ചെയ്യണം മുഴുവൻ ദിവസവും. അതിൽ ഒന്നാമത്തെ പോയിൻ്റ്, ദിവസവും അമൃതവേളയിൽ ബാപ്ദാദയിൽ നിന്ന് കർമ്മയോഗി ഫരിസ്ത ഭവ എന്ന വരദാനം എടുത്തിട്ട് കർമ്മങ്ങളിൽ മുഴുകണം. ഇന്ന് അമൃതവേളയിൽ ഈ വരദാനം എടുത്തോ. അമൃതവേള എങ്ങനെയായിരുന്നു? ഉത്തമം, മധ്യമം, കനിഷ്ഠം. രണ്ടാമത്തെ പോയിൻ്റ്, കർമ്മയോഗി അർത്ഥം കർമ്മം ചെയ്യാനായി ശരീരത്തിൽ വരിക, അതിനുശേഷം വേറിടുക. കർമ്മക്ഷേത്രത്തിൽ ഇന്ന് കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും ഇത് അഭ്യസിച്ചോ. 3, ബ്രഹ്മബാബ കർമ്മയോഗിയായി ഓരോ ലൗകിക വസ്തുവിനെയും അലൗകികത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുമായിരുന്നു. അതേപോലെ ഇന്ന് കുറഞ്ഞത് 5 ലൗകിക വസ്തുക്കളെ അലൗകികം ആയി കണ്ടോ. അപ്പോൾ അതിൽ ഉദാഹരണം പറയുന്നത് പശു, എലി, വൃക്ഷം. ഇനി 4, ചെയ്യിപ്പിക്കുന്നവൻ എന്ന സ്മൃതി 2 തരത്തിൽ കൊണ്ടുവരണം. 1, ബാബ ചെയ്യിപ്പിക്കുന്നവൻ. 2, ഞാൻ ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നവൻ. ഓരോ ട്രാഫിക് കൺട്രോൾ സമയത്ത് ഈ ഓർമ്മ പക്കയാക്കും. പക്കയായിരുന്നോ. 5, കർമ്മയോഗി അർത്ഥം ഓരോ കർമ്മവും യോഗയുക്തം. മുഴുവൻ ദിവസവും പല അഭ്യാസങ്ങളിലൂടെ ബാബയുടെ കൂട്ടുകെട്ടിൽ എത്ര നേരം ഇരുന്നു, കർമ്മയോഗത്തിൻ്റെ ചാർട്ട് ഫോളോ ചെയ്യുന്നതിൽ എത്ര സഫലത കിട്ടി. അപ്പോൾ ഈ 5 ക്വസ്റ്റിന് ആകെ 100 മാർക്കാണ്. ഓരോ ക്വസ്റ്റിനും 20 മാർക്ക് വീതം. ഇത് അഭ്യസിച്ചാൽ മാത്രമേ മാർക്ക് ഇടാവൂ. അങ്ങനെ ഈ മാസം 15-ാം തീയതി വരെ ഈ ചാർട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കർമ്മയോഗിയാവും, അതിലൂടെ കർമ്മേന്ദ്രിയ ജീത്താവും,
അതിലൂടെ കർമാതീതവും ആവും. പിന്നെ അടുത്തത് ബാബ നമ്മൾ കുട്ടികൾക്ക് തരുന്ന നിർദ്ദേശമാണ്, തൻ്റെ ഓരോ കർമ്മത്തിലും യോഗത്തിനെ കൂട്ടിച്ചേർക്കണം. ബാബയുടെ ഓർമ്മയിൽ ചെയ്യുന്ന ഓരോ കർമ്മവും തന്നെയാണ് സുകർമ്മം. ഈ യോഗയുക്ത കർമ്മമാണ് ആത്മാവിൻ്റെ ആന്തരിക ശക്തിയെ വർദ്ധിപ്പിക്കുന്നത്. അത് നേരിടാനുള്ള ശക്തിയാണെങ്കിലും സഹനശക്തിയാണെങ്കിലും. അപ്പം നമ്മളുടെ ഈ കലയെ തെളിയിക്കാൻ ആഗസ്റ്റ് മാസത്തെ ഈ ചാർട്ട് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കണം. അപ്പോൾ ഓരോ കർമ്മത്തിലും യോഗത്തിനെ ഉൾക്കൊള്ളിക്കാനുള്ള ദിനചര്യ അത് ഞാൻ പെട്ടെന്ന് വായിക്കാം, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് വായിച്ചാൽ മതി. ആഗസ്റ്റ് 1 മുതൽ 7 വരെ കർമ്മയോഗിയാവാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പോൾ രാവിലെ ഉണർന്നയുടൻ തന്നെ ഓർമ്മിക്കൂ, ഞാൻ ലൈറ്റ് ഹൗസ് ഫരിസ്തയാണ്. ഈ ദേഹത്തിൽ അവതരിച്ചിരിക്കുന്ന അവതാരമാണ്. മുരളി കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അഭ്യസിക്കൂ, ഞാൻ ആത്മാവ് ബുറുകുടിയാകുന്ന കുടിലിലിരുന്ന് ഭഗവാൻ പറയുന്നത് കേൾക്കുകയാണ്. ഭഗവാൻ സ്വയം എന്നെ പഠിപ്പിക്കുകയാണ്. മറ്റ് ആത്മാക്കളുമായി സമ്പർക്കത്തിൽ വരുമ്പം സർവരും മഹാത്മാക്കളാണ്. സർവരുടെ മസ്തകത്തിൽ ജ്യോതി തിളങ്ങുന്നു. ഞാനും മഹാത്മാവാണ്. എനിക്ക് സർവർക്കും ആത്മീയ സ്നേഹം നൽകണം. ആഹാരം ഉണ്ടാക്കുമ്പോൾ എന്താ ചിന്തിക്കേണ്ടത്? ഞാൻ പരമപവിത്ര ആത്മാവാണ്. എൻ്റെ കണ്ണുകളിൽ നിന്നുള്ള പവിത്രമായ കിരണങ്ങൾ ആഹാരത്തിൽ പതിയുന്നു. ചായയും പാലും വെള്ളമൊക്കെ കുടിക്കുമ്പം ഞാൻ പരമപവിത്ര ആത്മാവാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിമാനാണെന്ന് 7 പ്രാവശ്യം അഭ്യസിച്ചിട്ടേ കുടിക്കാവൂ. ബൈക്ക്, സൈക്കിൾ, കാർ ഓടിക്കുമ്പം യാത്ര ചെയ്യുമ്പോൾ ഞാൻ മാസ്റ്റർ സർവശക്തിമാനാണ്, ഒപ്പം ബാപ്ദാദയെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. മറ്റുള്ള ജോലി കാര്യങ്ങൾക്കായി പുറത്തേക്ക് പോകുമ്പോൾ ബാബ എൻ്റെ കൂടെയുണ്ട്. ഈ സ്മൃതിയിൽ 3 മിനിറ്റ് ബാബയെ ഓർമ്മിച്ചിട്ടേ ഇറങ്ങാവൂ. അതിനോടൊപ്പം ഓർമ്മിക്കണം, വരദാതാവായ ബാബ എനിക്ക് വരദാനം തന്നിട്ടുണ്ട്. സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഓഫീസിലോ മറ്റ് ആവശ്യങ്ങൾക്കോ പോകുമ്പോൾ ആദ്യം ബാബയെ ഓർമ്മിച്ച് ഈ സ്മൃതിയിൽ അവിടെ ശ്രേഷ്ഠ വൈബ്രേഷൻ നൽകണം. ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനാണ്. ആഹാരം കഴിക്കുമ്പോൾ ബാബയെ വിളിക്കണം. ബാബ വരൂ, താങ്കളുടെ ഭണ്ഡാരത്തിൽ ഉണ്ടാക്കിയ ബ്രഹ്മഭോജനം സ്വീകരിച്ചാലും. ഞാൻ പരമപവിത്ര ഫരിസ്തയാണ്. കുറഞ്ഞത് 30 സെക്കൻഡ് ഈ സ്മൃതിയിൽ ആഹാരത്തിന് ദൃഷ്ടി നൽകിയിട്ട് വേണം കഴിക്കാൻ. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇടയിൽ കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ഓർമ്മിക്കണം, ഞാൻ ആത്മാവ് ഈ ദേഹത്തിൻ്റെ അധികാരിയാണ്. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. ഈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാൻ. വീട് വൃത്തിയാക്കുമ്പോഴും വസ്ത്രങ്ങൾ അലക്കുമ്പോഴും ഞാൻ സ്വച്ഛ ആത്മാവാണ്. ബാബയുടെ വെളുത്ത കിരണങ്ങൾ എന്നിൽ മഴ പോലെ വീഴുന്നു. അതിൽ ഞാൻ ആത്മാവ് ശുദ്ധമായിക്കൊണ്ടിരിക്കുന്നു. ഒരുങ്ങുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ സ്വയത്തിനെ അതിതേജസ്വി ആത്മാവായി കാണുന്നു. ബാപ്ദാദ 2 പേരും ജന്മജന്മത്തേക്ക് എന്നെ അലങ്കരിക്കാൻ വന്നിരിക്കുന്നു. ഓർമ്മിക്കണം, സത്യത്തിൽ ഞാൻ ആത്മാവ് വളരെ നന്നായി അലങ്കരിക്കപ്പെട്ടിരിക്കും. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഓർമ്മിക്കാം, ഈ വിശ്വനാടകം എത്ര മനോഹരമാണ്. ഇതിനെ സാക്ഷിയായി കാണണം. വൈകുന്നേരത്തെ യോഗത്തിൽ എല്ലാ പേർക്കും സകാശ് കൊടുത്തുകൊണ്ട് അഭ്യസിക്കാം. ഞാൻ സർവശക്തിമാൻ്റെ കിരണങ്ങൾക്ക് താഴെയാണ്. പരമാത്മാ ശക്തികൾ എന്നിൽ നിറയുകയാണ്. ഫോൺ ബെല്ലടിക്കുമ്പോൾ എന്തെങ്കിലും സൊമാനം അഭ്യസിച്ചുകൊണ്ട് ഫോൺ എടുക്കാം. ഞാൻ വിജയരത്നമാണ്, ബാബ എൻ്റെ കൂടെയുണ്ട്, ഞാൻ കോടി കോടി ഭാഗ്യശാലിയാണ്, ഞാൻ പൂർവജനാണ്. യോഗം ചെയ്യുമ്പോൾ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്ത് ഓർമ്മിക്കണം, ഞാൻ പൂർവജനാണ്, പരമാത്മാ കിരണങ്ങളുടെ താഴെയാണ്. പഠിപ്പിക്കുമ്പോൾ ഞാൻ ഈശ്വരീയ വിദ്യാർത്ഥിയാണ്, ഞാൻ ആത്മീയ ടീച്ചറാണ്. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വരുമ്പോൾ ഞാൻ ആത്മാവ് ഈ ദേഹത്തിൻ്റെ അധികാരിയാണ്, ഞാൻ പ്രകൃതിയുടെ അധികാരിയാണ്. എന്നിൽ നിന്ന് കിരണങ്ങൾ ദേഹം മുഴുവൻ വ്യാപിക്കുന്നു, ഞാൻ ആരോഗ്യവാനാണ്. ഏകാന്തമായി നടക്കുമ്പോൾ ബാബയുടെ കിരണങ്ങൾ എന്നിലേക്ക് പതിഞ്ഞ് എന്നിൽ നിന്ന് നാനാഭാഗത്തേക്കും വ്യാപിക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് ചാർട്ട് ബാബയെ കാണിച്ച് ഭാരമുക്തമാകണം. ബാബ നമുക്ക് തന്ന പ്രാപ്തികൾക്ക് ബാബയോട് സത്യമായ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയണം. അതിനുശേഷം ബാപ്ദാദയെ ആഹ്വാനം ചെയ്യണം. ബാപ്ദാദയോടൊപ്പം ഉറങ്ങണം. 7 ദിവസത്തേക്കുള്ള ഹോംവർക്കാണ്. എല്ലാവരും ചെയ്യുമല്ലോ. ഓം ശാന്തി.